പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ സകല പാപങ്ങൾക്കും സകല രോഗങ്ങൾക്കും സൗഖ്യം നൽകുന്ന ആ സർവശക്തനായ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാം. കർത്താവിന്റെ വചനം പറയുന്നു, പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നമ്മുടെ ജീവിതത്തിൽ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സൗഖ്യം നൽകുന്ന, സകല പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന, നിത്യരക്ഷ നമുക്ക് ദാനമായി നൽകുന്ന ആ കർത്താവായ യേശുവിനെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ, ആ പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് നിറഞ്ഞ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ കർത്താവിനെ കണ്ടുകൊണ്ട്, യേശുവിനെ കണ്ടുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. സർവശക്തൻ നീയേ, സർവജ്ഞാനിയും നീയേ, പാപിക്ക് രക്ഷകൻ നീയേ, രോഗിക്ക് വൈദ്യൻ നീയേ. യേശുവിനെ കണ്ടുകൊണ്ട് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അവൻ ആരാധിക്കാം. യേശുവേ, അങ്ങേ പോലെ ആരുമില്ല. ആമേൻ. യേശുവേ, മന്ദിരമായ ദൈവമേ, യേശുവേ, യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാം. ആരിലും വലിയവനായ ദൈവമേ, സർവശക്തനായ യേശുവേ, അങ്ങേ പോലെ ആരുമില്ല ദൈവമേ. യേശുവേ, യേശുവിന്റെ പരശുശ്രൂഷയുടെ കാലത്ത് യേശുവിന്റെ അരികിൽ കൊണ്ടുവന്ന ഓരോ രോഗികളും യേശു തൊട്ട് സൗഖ്യം നൽകി. യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു. യേശുവേ, ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളെ ഒന്ന് തൊടണമേ കർത്താവേ. നിന്നെ മുറിഞ്ഞ കരത്താൽ
ഞങ്ങളെന്ന് തൊട്ട് സൗഖ്യം നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്താൽ യേശുവിന്റെ മുറിഞ്ഞ കരം കൊണ്ടുകൊണ്ട് യേശുവിനെ നമുക്ക് ആരാധിക്കാം. അവൻ നമ്മുടെ അരികിലുണ്ട്. യേശുവേ, നീ എന്നെ തൊടണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. തൊട്ടാലും യേശുവെ തൊട്ടാലും ശക്തിയാൽ സൗഖ്യം വന്നിടും. ആമേൻ. മാറേണ്ടതു മാറും, ലോകം അത് കാണും, വിശ്വാസത്താൽ നിന്ന മാറും. രക്തസ്രാവക്കാരി സ്ത്രീയെ തൊട്ട യേശുവേ, യേശു തൊട്ടാലും യേശുവെ തൊട്ടാലും ശക്തിയാൽ സൗഖ്യം വന്നിടും. ആമേൻ. മാറേണ്ടതു മാറും, ലോകം അത് കാണും, വിശ്വാസത്താൽ നിന്ന മാറും. യേശുവേ, അങ്ങേ പോലെ ആരുമില്ലെന്ന് ഏറ്റു പറയുന്നു. അങ്ങേ പോലെ ആരുമില്ലേ, മേലാലും ഞാൻ കാണുകില്ലേ. യേശുവേ, അങ്ങേ പോലെ ആരുമില്ലേ, മേലാലും ഞാൻ കാണുകില്ലേ. ഉന്നതനായവനേ, ഉയർന്നവനേ, യേശുവേ, ആദ്യനും അന്ത്യനുമേ, സർവശക്തനേ, ഉന്നതനുയർന്നവനേ, ആദ്യനും അന്ത്യനുമേ. യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാം. യേശു, ജീസസ്, യേശു, യേശുവേ, യേശു, എന്റെ യേശുവേ, അങ്ങേ പോലെ ആരുമില്ലെന്ന് ഏറ്റു പറയുന്നു. അങ്ങേ പോലെ ആരുമില്ലേ, മേലാലും ഞാൻ കാണുകില്ലേ. യേശുവേ, അങ്ങേ പോലെ ആരുമില്ലേ, മേലാലും ഞാൻ കാണുകില്ലേ. ഉന്നതനായവനേ, ഉയർന്നവനേ, ആദ്യനും അന്ത്യനുമായവനേ, ആദ്യനും അന്ത്യനുമേ, സർവശക്തനായ ദൈവമേ, ഉന്നതനുയർന്നവനേ, ആദ്യനും അന്ത്യനുമേ. നാലാൾ കൂടി ഒരു തളർവാദ രോഗി യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. യേശു ഇരിക്കുന്ന ഭവനത്തിലേക്ക് കയറാൻ കഴിയാതെ വന്നപ്പോൾ യേശു ഇരിക്കുന്ന ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ചു മാറ്റി. ആ തളർവാദ രോഗി ആയിരിക്കുന്ന അവസ്ഥയിൽ യേശുവിന്റെ മുന്നിലേക്ക് ഇറക്കി വെച്ചു. യേശു അവനെ കണ്ടുകൊണ്ട് പറഞ്ഞു, മകനെ, ഞാൻ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്തോട്ട് നടക്കുക. ആ നിമിഷം ആ ഒരു വാക്കിനാൽ അവന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ട് അവൻ സൗഖ്യം പ്രാപിച്ച് തന്നെ ചുമന്നുകൊണ്ടുവന്ന കട്ടിലും എടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. യേശുവേ, അവിടുന്ന് ഒരു വാക്ക് മാത്രം കൽപ്പിച്ച ഞങ്ങൾ സൗഖ്യം പ്രാപിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനത്താൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്ന നിന്റെ വലിയ കരുണയ്ക്കായി, കൃപയ്ക്കായി ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. യേശുവേ, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കുമല്ലോ. ഒരു വാക്കു മാത്രം സൗഖ്യം വന്നിടാൻ അനുഭവിച്ചു എന്നിൽ നാഥ. യേശുവേ, ഒരു വാക്കു മാത്രം നിറവ് വന്നിടാൻ കണ്ണാൽ ഞാൻ കണ്ടു നാഥ. യേശുവേ, ഒരു വാക്കു മാത്രം സൗഖ്യം വന്നിടാൻ അനുഭവിച്ചു എന്നിൽ നാഥ. ഒരു വാക്കു മാത്രം നിറവ് വന്നിടാൻ
കാണുകില്ലേ യേശുവേ അങ്ങേപ്പോലെ ആരുമില്ലേ മേലാലും ഞാൻ കാണുകില്ലേ ഉന്നതനായവനെ ഉയർന്നവനേ ആദിനും അന്തിനുമേ ആദ്യനും അന്ത്യനുമേ സർവശക്തനായ ദൈവമേ ഉയർന്നവനേ സൗഖ്യദായകനായ യേശുവേ ആദ്യനും അന്ത്യനുമേ നീ സർവശക്തനെന്ന് ഏറ്റുപറയുന്ന കർത്താവേ നീ മാത്രമാണ് ഏക സത്യദൈവം ഏറ്റുപറയുന്ന കർത്താവേ നീ മാത്രമാണ് പാപമോചകൻ ഏറ്റുപറയുന്ന കർത്താവേ നീ മാത്രമാണ് നിത്യരക്ഷകൻ ഏറ്റുപറയുന്നു യേശുവേ യേശുവേ സർവശക്തനായ ദൈവമേ സർവജ്ഞാനിയായ ദൈവമേ പാപിക്ക് രക്ഷ നൽകുന്ന ദൈവമേ രോഗിക്ക് വൈദ്യനായ യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് മഹത്വം കരേറ്റുന്നു ഹല്ലേലൂയ സൗഖ്യദായകനേ സമാധാന പ്രഭുവേ രക്ഷയുടെ വാഗ്ദാനമേ പരിശുദ്ധനായ ദൈവമേ ഇന്നും ജീവിക്കുന്ന യേശുവേ സർവശക്തനും സർവജ്ഞാനിയുമേ പാപിക്ക് രക്ഷകനേ രോഗിക്ക് വൈദ്യനേ ഞങ്ങളെ ആരാധിക്കുന്നു യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യത്തിലൂടെ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് ദൈവം ധൈര്യത്തോടെ പറയുകയാണ്. ഇന്ന് മനുഷ്യന് പലതും അസാധ്യമാണ്. വൈദ്യശാസ്ത്രത്തിന് ഡോക്ടർമാർക്ക് ഇന്ന് പലതും അസാധ്യമാണ്. എന്നാൽ ദൈവത്തിന് അസാധ്യം എന്നൊന്നില്ല. ദൈവം സർവശക്തനാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനാം ദൈവമാണ്. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. അവൻ ഇന്നും ജീവിക്കുന്ന ഏക സത്യ നിത്യദൈവമാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധനായ ദൈവത്തെ, അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വീരനായ ദൈവത്തെ, ബലവാനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ നമുക്കെല്ലാവർക്കും ചേർന്ന് സന്തോഷത്തോടെ, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ നമുക്കവനെ ആരാധിക്കാം. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് കഴിയാത്ത കാര്യമൊന്നുമില്ല. യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിത്യരക്ഷയുണ്ട്. ആ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാകിയാൽ സന്തോഷത്തോടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളിലൂടെ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ആ കർത്താവായ യേശുവിനെ, ഇന്നും ജീവിക്കുന്ന ദൈവത്തെ സന്തോഷത്തോടെ, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ നമുക്കവനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഏക സത്യ നിത്യദൈവമായ, സർവശക്തനായ, അത്ഭുത മന്ത്രിയായ, വീരനാം ദൈവമായ, സൗഖ്യദായകനായ, സമാധാന പ്രഭുവായ, ഇന്നും ജീവിക്കുന്ന ദൈവമായ കർത്താവായ യേശുവിനെ നമുക്ക് സന്തോഷത്തോടെ ആരാധിക്കാം. അവൻ അസാധ്യമായി ഒന്നുമില്ലെന്ന് ഏറ്റുപറഞ്ഞ് ആ യേശുവിനെ നമുക്ക് ആരാധിക്കാം.
അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിക്കായി കണക്കിട്ടു, അതിമഹത്തായ പ്രതിഫലം നൽകി. ബഹുജാതികൾക്ക് പിതാവായി ദൈവം അബ്രാഹത്തെ അനുഗ്രഹിച്ചു. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം നമ്മയും അനുഗ്രഹിക്കാൻ മതിയായ ദൈവമാണ്. ആ യേശുവിനെ കണ്ടുകൊണ്ട്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന യേശുവേ, നീ എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ അവിടുന്ന് മതിയായ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. വിശ്വാസത്തോടെ സർവശക്തനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഇസഹാക്ക് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മറുപടി നൽകി, 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി ഇസഹാക്കിനെ അനുഗ്രഹിച്ച് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം ദാനമായി നൽകി. ആ ദൈവം നമ്മയും അനുഗ്രഹിക്കാൻ മതിയായ ദൈവമാണ്. ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം, 100 മേനി വർദ്ധിപ്പിച്ച ദൈവം, അവൻ നമ്മുടെ ദൈവമാണ്. നമ്മുടെ ആത്മീയമായ ഭൗതികമായ കുറവിനെ നിറമാക്കി മാറ്റുന്ന, അനുഗ്രഹിച്ച് ഉയർത്തുന്ന, അഭിവൃദ്ധി ഉയർച്ചയും നൽകുന്ന ആ കർത്താവായ യേശുവിനെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കണ്ട് നമുക്കവനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം.
യാക്കോബ് ദൈവത്തെ ആരാധിച്ചപ്പോൾ, ദൈവത്തിന് തക്ക മഹത്വം കൊടുത്തപ്പോൾ, യാബോക്ക് എന്ന കടലിൽ വെച്ച് യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ച് ഇസ്രായേൽ എന്ന നാമം നൽകി. ആ യേശു ഇന്നും വലിയവനായ ദൈവമാണ്. നമ്മെ അനുഗ്രഹിക്കുവാൻ അവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. നമ്മുടെ ചാരത്ത് നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ അരികിൽ അവൻ കടന്നു വന്നിട്ടുണ്ട്. ഇതാ ഞാൻ നിന്നോട് കൂടെയിരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് യാബോക്കിന്റെ കടവിൽ യാക്കോബിന്റെ അരികിൽ വന്ന് അവനെ അനുഗ്രഹിച്ചവനായ ദൈവം ഇപ്പോൾ നമ്മുടെ അരികിലുണ്ട്. ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, യേശുവേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് ആ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് നമുക്കവനെ ആരാധിക്കാം. യാക്കോബ് ആരാധിച്ചപ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. അവൻ അനുഗ്രഹിക്കപ്പെട്ടു. ഇസ്രായേൽ എന്ന നാമം ലഭിച്ചു. നമുക്കും അവനെ ആരാധിക്കാം. അനുഗ്രഹത്തിന്റെ ഉറവിടമായ, അനുഗ്രഹത്തിന്റെ ഉടയവനായ കർത്താവായ യേശുവിനെ നമുക്ക് ആത്മാവിൽ ആരാധിക്കാം. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവത്തിനു തക്ക മഹത്വം കൊടുത്തപ്പോൾ, യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവത്തിന് തക്ക മഹത്വം കൊടുത്തപ്പോൾ, യാബോക്ക് എന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. യാബോക്ക് എന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാൻ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാൻ, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാൻ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാൻ, സാധ്യമാക്കുക ദൈവമേ. ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. അവരുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങളെ ആരാധിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ കരുതൽ കാണാൻ, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ, പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാമിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. പരിശുദ്ധനായ ദൈവത്തെ നമുക്കെല്ലാവർക്കും ചേർന്ന് ആരാധിക്കാം. അവൻ അബ്രഹാമിന്റെ ദൈവമാണ്, അവൻ ഇസ്ഹാക്കിന്റെ ദൈവമാണ്, അവൻ യാക്കോബിന്റെ ദൈവമാണ്. ആ യേശു ഇന്നും ജീവിക്കുന്ന ഏക സത്യ നിത്യ ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് സന്തോഷത്തോടെ ആത്മാവിൽ ആരാധിച്ച് മഹത്വപ്പെടുത്താം. നമ്മെ ആത്മീയമായി ഭൗതികമായി ഉയർത്തുന്ന, അനുഗ്രഹിക്കുന്ന, നിത്യരക്ഷ നൽകുന്ന, നിത്യജീവൻ നൽകുന്ന പരിശുദ്ധനായ ദൈവത്തെ ഹൃദയം തുറന്ന് സന്തോഷത്തോടെ ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, ബലവാനായ ദൈവമേ, മരണമില്ലാത്തവനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനെ, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നിമിഷങ്ങൾ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അവിടെ നിന്ന് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും നൊമ്പരങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യവും സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഉയർച്ചയും നൽകി ഓരോ നിമിഷവും ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന അനുഗ്രഹത്തിന്റെ ഉറവിടമായ, അനുഗ്രഹത്തിന്റെ അധിപതിയായ, സർവശക്തനായ, അത്ഭുത മന്ത്രിയായ, വീരനാം ദൈവമായ, സമാധാനത്തിന്റെ പ്രഭുവായ, ഇന്നും ജീവിക്കുന്നവനായ കർത്താവായ യേശുവേ, സകല മാലാഖമാരോട് ചേർന്ന്, സകല ദൂതന്മാരോട് ചേർന്ന്
സകല വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളങ്ങേക്ക് മഹത്വം കരേറ്റുന്ന യേശുവേ. അവിടുന്ന് മാത്രം പരിശുദ്ധൻ, അവിടുന്ന് മാത്രം സർവശക്തൻ, അവിടുന്ന് മാത്രം എന്നും ജീവിക്കുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഏക സത്യദൈവം ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ യേശുവേ. പ്രൈസ് ദി ലോർഡ്.